സാറ് ചെയ്താൽ അവന് വേണ്ടി അല്ല ചെയ്ത് എനിക്ക് നല്ല പോലെ അറിയാം. ഞാരോടും ഒരു പരാതിയും പരിഭവം ഇല്ലാതെ പോയി കളഞ്ഞല്ലോ. എന്റെ കുഞ്ഞിനെ കൊന്നു കയ്യിൽ തന്നല്ലോ. എന്റെ മോളെ എനിക്ക് കാണാറുണ്ട്. എന്റെ മോക്ക് എന്നെ കാണാതല്ലേ സാറേ പോയത്. ഒന്ന് ആലോചിച്ച് നോക്ക്. എന്റെ ആഗ്രഹങ്ങളെല്ലാം വെച്ച് മൂടിപ്പോയത്. മുടി മുറിച്ച് കളഞ്ഞല്ലോ. അപ്പൊ അവളെ അത്രത്തോളം അവന്റെ പെങ്ങക്ക് കണ്ടൂടെ. അവന്റെ പെങ്ങക്ക് വേണ്ടിയാ സാറ് ചെയ്താൽ അവന് വേണ്ടി അല്ല ചെയ്ത് എനിക്ക് നല്ല പോലെ അറിയാം. അല്ലെങ്കിൽ അവന്റെ കൂടെ എൻ്റെ മോള് പോകുമ്പോ ഇവക്ക് എന്താ ഇത്രയും ദോഷം. അവളെ ഭർത്താവിന്റെ കൂടെ അവളെവിടെ എല്ലാം പോകുന്നത്. എൻ്റെ മോക്ക് ഒരു പരാതിയോ പരിവോ ആരെയും ഒരു കാര്യത്തിൽ ഇടപെടത്തില്ല. എൻ്റെ മോള് അങ്ങനെ ഒരു സ്ത്രീയായിരുന്നു. അവള് പഞ്ചപാവമായിരുന്നു സാറേ. നാട്ടിലേക്ക് വരാനായിട്ട് ഒരു ശ്രമം നടത്തിയിട്ട് അതും വിജയിച്ചില്ല എന്ന് കേൾക്കുന്നു. ഈ മോളും കുഞ്ഞു അതല്ലയോ സാറേ. എൻ്റെ കുഞ്ഞ് ഞാൻ പറഞ്ഞു, മോളെ എനിക്ക് നിന്നെയും കൊച്ചിനെയും കാണാനും ഞാൻ ഇങ്ങോട്ട് പോകാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് വലിയൊരു ട്രീറ്റ്മെൻറ്റൊക്കെ വന്ന് ഞാൻ അന്നേരം പറഞ്ഞ് അമ്മ എന്തായാലും റെസ്റ്റ് എടുത്തിട്ട് അമ്മ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ശരി, ഓക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ അവൾക്കൊരു മാനസികമായിട്ട് അവളെ മേഡിൻ്റെയൊക്കെ പറഞ്ഞ് എനിക്ക് അമ്മയൊന്ന് കാണാൻ തോന്നുന്നു, അമ്മക്ക് രണ്ടുപേർക്കും കൊച്ചുമായിട്ടൊന്ന് പോകാമെന്നും പറഞ്ഞ് ടിക്കറ്റ് എടുക്കാൻ നോക്കിയപ്പോൾ കൊച്ചിൻ്റെ ID കാണുന്നില്ല. പിന്നെ നോക്കിയപ്പോൾ കാണാൻ സ്വർണം കാണുന്നില്ല. അപ്പോൾ ID-യും സ്വർണവും എല്ലാം എടുത്തുകൊണ്ട് അവൻ അങ്ങ് പോയി. അപ്പോൾ ഇവൾ വിളിച്ച് ചോദിച്ചെന്ന് ID ഉണ്ട്, അവൻ കൊടുത്തില്ല. അതാണ് എൻ്റെ മോള്. ആ പരാജയവുമായി. അതുകൊണ്ട് എൻ്റെ മോക്ക് എനിക്ക് എൻ്റെ മോക്ക് ഇത് സംഭവിക്കത്തില്ലായിരുന്നു സാറേ. അവൻ ഈ ID എടുത്തോണ്ട് പോയില്ലായിരുന്നെങ്കിൽ കേട്ടോ. എൻ്റെ മോളെ എനിക്ക് കാണാമായിരുന്നു. എൻ്റെ മോക്ക് എന്നെ കാണാതല്ലേ സാറേ പോയത്. ഒന്ന് ആലോചിച്ച് നോക്ക്. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം വെച്ച് മൂടിപ്പോയത്. ഇവളെ വെറുതെ വിടരുത്. എൻ്റെ കുഞ്ഞിനെ കല്യാണം അതിന് നല്ലൊരു ജോലി കിട്ടിയത് പ്രശ്നം ഉണ്ടാക്കി കളഞ്ഞാദ്യം. അവനെ കൊണ്ട് ആ ജോലിയും കളയിച്ച് പോട്ടെ. എൻ്റെ മോളെ എവിടെ ചെന്നാലും അവളെ ബുദ്ധി കൊണ്ട് അവൾക്ക് ജോലി പിന്നെയും കിട്ടി കേട്ടോ. നല്ലൊരു കമ്പനിയിൽ ജോലിയായി കഴിഞ്ഞാൽ അവൾക്ക് ഭ്രാന്ത് അത് കളയിച്ച്